കഥാസാരം: നക്ഷത്രങ്ങൾക്കിടയിലെ പ്രണയം. പ്രധാന കഥാപാത്രം നിധിലേഷ്. ഒമാനിലെ ഒരു ലുലു ഹൈപ്പർമാർക്കറ്റിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ് നിധിലേഷ്. ജോലി കഴിഞ്ഞ് റൂമിലെത്തിയാൽ ഫോണിലും സോഷ്യൽ മീഡിയയിലുമായി ഒതുങ്ങിക്കൂടുന്ന വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് അയാൾ നയിക്കുന്നത്. പ്രണയം അയാളെ സംബന്ധിച്ച് സിനിമകളിൽ മാത്രം കാണുന്ന ഒരു വിദൂര സ്വപ്നമാണ്. അപ്രതീക്ഷിത സംഭവം: ഒരു ദിവസം രാത്രി റൂമിന്റെ ബാൽക്കണിയിൽ ആകാശത്തെ നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രകാശഗോപുരം നിധിലേഷിനെ ചുറ്റിപ്പറ്റുന്നു. ഒരു നിമിഷം കൊണ്ട് അയാൾ ബോധരഹിതനാകുകയും ഉണരുമ്പോൾ അപരിചിതമായ ഒരു ലോകത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടുത്തെ ആകാശം പർപ്പിൾ നിറമാണ്, ചെടികൾക്ക് തിളക്കമുണ്ട്, കൂടാതെ അവ മനോഹരമായ സംഗീതം പുറത്തുവിടുന്നു. കണ്ടുമുട്ടൽ: ഈ വിചിത്രമായ ലോകത്ത് ഒറ്റപ്പെട്ടുപോയ നിധിലേഷ് ഭയചകിതനായി അലയുമ്പോൾ റൻസി എന്ന ഒരു അന്യഗ്രഹ ജീവിയെ കണ്ടുമുട്ടുന്നു. മനുഷ്യരെപ്പോലെ തോന്നുമെങ്കിലും അവളുടെ ചർമ്മം നീലനിറമാണ്, കൂടാതെ സ്പർശിക്കാതെ തന്നെ വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള ശക്തിയുമുണ്ട്. തുടക്കത്തിൽ നിധിലേഷിനെ സംശയത്തോടെ കാണുന്ന റൻസി പിന്നീട് അവന്റെ നിസ്സഹായത മനസ്സിലാക്കുകയും സഹായിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പ്രണയം വിരിയുന്നു. നിധിലേഷിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന റൻസി ആഗ്രഹങ്ങൾ ചിന്തിച്ചാൽ മാത്രം നിറവേറ്റുന്ന ആ അത്ഭുത ലോകത്തെക്കുറിച്ച് അവന് വിവരിച്ചു കൊടുക്കുന്നു. അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ ലോകങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മറന്ന് അവർ പരസ്പരം അടുക്കുന്നു. നിധിലേഷ് റൻസിയുടെ ലോകത്തിലെ സൗന്ദര്യവും ശക്തിയും കണ്ട് അത്ഭുതപ്പെടുന്നു. അതേസമയം റൻസി നിധിലേഷിന്റെ നിഷ്കളങ്കതയും മനുഷ്യത്വവും തിരിച്ചറിയുന്നു. അവരുടെ പ്രണയം പതിയെ പതിയെ വളരുന്നു. പ്രതിസന്ധി: നിധിലേഷ് ഭൂമിയിലേക്ക് തിരികെ പോകാത്ത പക്ഷം അത് റൻസിയുടെ ലോകത്തിന് ഭീഷണിയാകുമെന്ന് ഒരു പ്രവചനം അവിടെ പ്രചരിക്കുന്നു. ഈ പ്രശ്നം മനസ്സിലാക്കിയ റൻസിയുടെ ഗോത്രത്തലവൻ നിധിലേഷിനെ തടങ്കലിൽ വയ്ക്കാൻ ശ്രമിക്കുന്നു. തങ്ങളുടെ പ്രണയം സംരക്ഷിക്കാൻ നിധിലേഷും റൻസിയും ഒരുമിച്ച് നിന്ന് പോരാടാൻ തീരുമാനിക്കുന്നു. നിധിലേഷിന്റെ സാധാരണക്കാരനായുള്ള ബുദ്ധിയും റൻസിയുടെ അമാനുഷിക ശക്തികളും ചേരുമ്പോൾ അവർക്ക് തടസ്സങ്ങളെ മറികടക്കാൻ കഴിയുന്നു. അവസാനം ഭൂമിയിലേക്ക് തിരികെ പോകാൻ നിധിലേഷിനൊരു വഴി കണ്ടെത്തേണ്ടിവരുന്നു. എന്നാൽ റൻസിയെ വിട്ടുപോകാൻ അയാൾക്ക് കഴിയില്ല. പ്രണയം കാരണം അയാൾക്ക് തന്റെ സാധാരണ ലോകത്തേക്ക് മടങ്ങാൻ ആഗ്രഹമില്ല. പക്ഷേ തന്റെ ലോകം അപകടത്തിലാകുന്നത് കാണാൻ റൻസിക്കും കഴിയില്ല. അവർ ഒരുമിച്ച് ഒരു വഴി തേടി യാത്ര തുടങ്ങുന്നു. പ്രണയമെന്ന വികാരത്തിന് അതിരുകളില്ലെന്ന് തെളിയിക്കുന്നു. അറേബ്യൻ മരുഭൂമിയിലെ പൊടി നിറഞ്ഞ കാറ്റും ചൂടുള്ള പകലിന്റെ ആലസ്യവും കടന്ന് രാത്രിയുടെ തണുപ്പിലേക്ക് ഒമാൻ നഗരം മാറാൻ തുടങ്ങിയിരുന്നു. ലുലു ഹൈപ്പർമാർക്കറ്റിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിധിലേഷിന്റെ ഷിഫ്റ്റ് തീരാൻ ഇനിയും 1 മണിക്കൂറുണ്ട്. പതിവ് പോലെ റിമോട്ട് കൺട്രോളുകൾ, ഹെഡ്സെറ്റുകൾ, ചാർജറുകൾ എന്നിവ അടുക്കിവെച്ചുകൊണ്ട് അവൻ സമയം തള്ളി നീക്കി. കഴിഞ്ഞ 3 വർഷമായി അവന്റെ ജീവിതം ഇങ്ങനെയാണ്. രാവിലെ ജോലിക്കായി ലുലുവിലേക്ക്, വൈകുന്നേരം റൂമിലേക്ക്. ഈ ദിവസങ്ങൾക്കിടയിൽ കൂട്ടുകാരുമായി തമാശകൾ പറയുന്നതിനോ സിനിമ കാണുന്നതിനോ പോലും അവന് സമയം കിട്ടിയില്ല. ജോലിക്കു ശേഷം റൂമിലെത്തിയാൽ സ്വന്തം ഫോണിൽ യൂട്യൂബും സോഷ്യൽ മീഡിയയും മാത്രമാണ് അവന്റെ ലോകം. ഒരു കാലത്ത് നിറയെ സ്വപ്നങ്ങളുണ്ടായിരുന്ന ആകാശം ഇന്ന് അവന്റെ കാഴ്ചയിൽ വെറും ഇരുണ്ട, ശൂന്യമായ ഒരു സ്ഥലമായി മാറി. നിധിലേഷ്, നീയെത്ര വേഗമാണ് ജോലികൾ പൂർത്തിയാക്കുന്നത്? സഹപ്രവർത്തകനായ ഷിജു ചിരിയോടെ പറഞ്ഞു. നന്ദി ഷിജു, എനിക്ക് വേഗം റൂമിലെത്തണം. നിധിലേഷ് ചിരിയോടെ മറുപടി പറഞ്ഞു. അത് ശരി, നിന്റെ ജോലി കഴിഞ്ഞ് നീ വേഗം പൊയ്ക്കോ, ഷിജു തലയാട്ടി. റൂമിലേക്ക് തിരികെ നടക്കുമ്പോൾ നിധിലേഷിന്റെ മനസ്സ് ശൂന്യമായിരുന്നു. ജീവിതം ഇങ്ങനെ തനിയാവർത്തനമാകുന്നത് അവനെ വല്ലാതെ മടുപ്പിച്ചു. ബാൽക്കണിയിൽ കയറിനിന്ന് അവൻ നഗരത്തിലെ മിന്നുന്ന വെളിച്ചങ്ങൾ നോക്കി നിന്നു. തണുത്ത കാറ്റ് അവന്റെ മുഖത്ത് തഴുകിക്കടന്നുപോയി. പെട്ടെന്ന് ആകാശത്തിന്റെ വിദൂരക്കോണിൽ ഒരു നീലപ്രകാശം മിന്നിമറഞ്ഞു. സാധാരണ നക്ഷത്രങ്ങൾ മിന്നുന്നതുപോലെയായിരുന്നില്ല അത്. അത്ഭുതത്തോടെ അവൻ ആ കാഴ്ച നോക്കി നിന്നു. അവന്റെ കൺമുന്നിൽ ആ പ്രകാശം വലുതായി വരികയും ഒരു പ്രകാശഗോപുരം അവനെ ലക്ഷ്യമാക്കി താഴേക്കു വരികയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും മുൻപേ ആ പ്രകാശഗോപുരം അവനെ വരിഞ്ഞുമുറുക്കി. ഒരു നിമിഷം ആകാശം അവന്റെ കണ്ണുകളിൽ നിറയെ വെളിച്ചമായി മാറി. ഭയവും ആകാംക്ഷയും നിറഞ്ഞ അവന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. അവസാനമായി അവൻ കേട്ടത് അവന്റെ ചുറ്റുമുള്ള കെട്ടിടങ്ങളും നഗരവും അലിഞ്ഞില്ലാതാവുന്ന ശബ്ദമായിരുന്നു. പിന്നെ ഒരു ശൂന്യത മാത്രം. കഥയുടെ അടുത്ത ഭാഗം. ആഴത്തിലുള്ള ഇരുട്ടിൽ നിന്ന് നിധിലേഷ് പതിയെ കണ്ണു തുറന്നു. അവന്റെ തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി. ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. അവൻ കിടന്നിരുന്നത് മരങ്ങൾ നിറഞ്ഞ ഒരു മനോഹരമായ സ്ഥലത്താണ്. ഭൂമിയിലുള്ള മരങ്ങളെപ്പോലെയല്ല അവ. തൈത്തടികൾ തിളക്കമുള്ള സിൽവർ നിറത്തിലും ഇലകൾ വയലറ്റ് നിറത്തിലുമായിരുന്നു. അവയിൽ നിന്ന് ഒരു പ്രത്യേക സംഗീതം കേൾക്കുന്നുണ്ടായിരുന്നു. അവന്റെ തലയ്ക്ക് മുകളിൽ പർപ്പിൾ നിറത്തിലുള്ള ആകാശം, അതിലൊരു ഡസനോളം ചന്ദ്രന്മാർ തിളങ്ങുന്നു. ഭൂമിയിലെ തന്റെ മുറിയിൽ വെച്ച് കണ്ട നീലവെളിച്ചം അവന്റെ കണ്ണുകൾക്കു മുന്നിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ലായിരുന്നു. ഭയം അവന്റെ മനസ്സിലേക്ക് ഒരു തണുത്ത കാറ്റുപോലെ ഇരച്ചുകയറി. താൻ സ്വപ്നം കാണുകയാണോ എന്ന് അവന് സംശയം തോന്നി. എഴുന്നേറ്റ് ചുറ്റും നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ഇത് ഭൂമിയല്ല. ഓരോ ചുവടുവെപ്പിലും മനോഹരമായ സംഗീതം പുറത്തുവിടുന്ന പുല്ലുകളാണ് അവിടെയുണ്ടായിരുന്നത്. അവിടുത്തെ വായുവിന് ഒരു പ്രത്യേക സുഗന്ധമുണ്ടായിരുന്നു. അതവനെ അനാഥത്വത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ടു. ആരാണ് നീ?
എവിടെ നിന്ന് വരുന്നു? ഒരു മനോഹരമായ ശബ്ദം അവന്റെ പിന്നിൽ നിന്ന് കേട്ടു. നിധിലേഷ് ഭയന്ന് തിരിഞ്ഞുനോക്കി. അവന്റെ മുന്നിൽ ഉയരം കുറഞ്ഞ നീലനിറമുള്ള ചർമ്മമുള്ള തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു പെൺകുട്ടി നിൽക്കുന്നു. അവളുടെ മുടി വെള്ളിയോടൊപ്പം തിളങ്ങുന്നുണ്ടായിരുന്നു. അത് നക്ഷത്രങ്ങളെപ്പോലെ മിന്നിമറഞ്ഞു. അവൾ സാധാരണ വസ്ത്രങ്ങളല്ല ധരിച്ചിരുന്നത്, മനോഹരമായ ഡിസൈനുകളുള്ള ഒരു വസ്ത്രം. ഒരു നിമിഷം അവൻ അവളെ നോക്കി നിന്നു, കാരണം അവൻ ഇതുപോലൊരു രൂപത്തെ സിനിമകളിൽ പോലും കണ്ടിട്ടില്ല. എന്റെ പേര് റൻസി, നീ എന്താണിവിടെ ചെയ്യുന്നത്? അവളുടെ ചോദ്യം വീണ്ടും മുഴങ്ങി. നിധിലേഷ് ഒന്നും മിണ്ടാതെ നിന്നു. അവനവന്റെ ചോദ്യം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. ഭാഷയുടെ തടസ്സമായിരിക്കാം കാരണം. റൻസി അവന്റെ ഭയം മനസ്സിലാക്കി. അവളുടെ നീലക്കണ്ണുകൾ അവനോട് ദയയോടെ സംസാരിച്ചു. എന്നെ പിന്തുടരൂ. ഈ ലോകം നിനക്ക് സുരക്ഷിതമല്ല. ഞാൻ നിന്നെ സഹായിക്കാം, റൻസി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. റൻസിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവനവളുടെ കൂടെ പോകാൻ തോന്നി. കാരണം അവനവിടെ ഒറ്റപ്പെട്ടു പോകാൻ ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ റൻസിയുടെ പുറകെ പോയി. അവർ തമ്മിൽ വാക്കുകളില്ലാതെ ഒരു യാത്ര തുടങ്ങി. നിധിലേഷ് ഒരു പുതിയ ലോകത്തിലേക്ക് ചുവടുവെച്ചു. കഥയുടെ അടുത്ത ഭാഗം. റൻസിയുടെ പിന്നാലെ നടന്ന നിധിലേഷ് ഒരു ഗുഹയുടെ അടുത്തേക്കാണ് എത്തിയത്. ഗുഹയുടെ വാതിലിൽ നീലനിറത്തിലുള്ള മനോഹരമായൊരു കല്ല് മിന്നിമറയുന്നുണ്ടായിരുന്നു. റൻസി ആ കല്ലിനു നേരെ തന്റെ കൈകൾ ഉയർത്തിയപ്പോൾ ആ ഗുഹയുടെ വാതിൽ തുറന്നു. നിധിലേഷ് അത്ഭുതത്തോടെ നോക്കി നിന്നു. റൻസി അവനെ അകത്തേക്ക് ക്ഷണിച്ചു. അകത്തളങ്ങൾ പൂർണ്ണമായും പാറകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു, പക്ഷേ അത് വൃത്തിയുള്ളതും മനോഹരവുമായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ ആകർഷകമായ നീലനിറത്തിലുള്ള വെളിച്ചം നിറഞ്ഞു നിന്നിരുന്നു. നിധിലേഷിന്റെ ഭയം അപ്പോഴും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഭയപ്പെടേണ്ട, അവന്റെ മനസ്സു വായിച്ച പോലെ റൻസി പറഞ്ഞു. ഞങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. ഈ ലോകം ഞങ്ങളുടേതാണ്. ഞങ്ങൾക്കിഷ്ടമുള്ളത് സൃഷ്ടിക്കാൻ കഴിയും. ഞങ്ങളുടെ ഓരോ ചിന്തകളും ഇവിടെ യാഥാർത്ഥ്യമാണ്. അവൾ ഗുഹയിലെ ഒരു സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടി. പെട്ടെന്നവിടെ ഭംഗിയുള്ള ഇരിപ്പിടങ്ങൾ രൂപമെടുത്തു. ഇതാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടെ സംഭവിക്കും, റൻസി വിശദീകരിച്ചു. നിധിലേഷ് അത്ഭുതത്തോടെ റൻസിയെ നോക്കി. അവൻ ഒരു നിമിഷം ആശ്ചര്യപ്പെട്ടു നിന്നുപോയി. അവന്റെ ചിന്തകൾ റൻസിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് റൻസിക്ക് അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധിച്ചത്. റൻസി അവന്റെ വിശപ്പും ദാഹവും മനസ്സിലാക്കി. മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്നെ അവർക്ക് മുന്നിൽ ഭക്ഷണം പ്രത്യക്ഷപ്പെട്ടു. ഭംഗിയുള്ളതും പുതിയതുമായ ഒരു ലോകത്തെ സ്വപ്നതുല്യമായ കാഴ്ചകൾ കണ്ട് നിധിലേഷ് വിസ്മയിച്ചു. അവരെന്താണ് കഴിക്കുന്നതെന്നോ കുടിക്കുന്നതെന്നോ അവന് മനസ്സിലായില്ല, പക്ഷേ അവനത് ആസ്വദിച്ചു. അവർ സംസാരിക്കാൻ തുടങ്ങിയതോടെ അവരുടെ ഭാഷാപരമായ തടസ്സങ്ങളില്ലാതായി. അവന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങൾ റൻസിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവർ ഓരോ നിമിഷവും കൂടുതലടുത്തു. നിധിലേഷ് റൻസിയോട് അവന്റെ ഭൂമിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും അവനോടുണ്ടായ സംഭവം എങ്ങനെയാണ് ഇവിടെ എത്തിച്ചതെന്നുമെല്ലാം പറഞ്ഞു. അവന്റെ കഥ കേട്ട് റൻസി അത്ഭുതപ്പെട്ടു. ഭൂമി എന്ന ഒരു ഗ്രഹത്തെപ്പറ്റി അവളും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കഥയുടെ അടുത്ത ഭാഗം. ആദ്യ ദിവസങ്ങളിൽ റൻസി നിധിലേഷിന് അവളുടെ ലോകത്തെ അത്ഭുതങ്ങൾ പരിചയപ്പെടുത്തിക്കൊടുത്തു. അവർ ഒരുമിച്ച് ആകാശത്ത് പറക്കുന്ന നഗരങ്ങൾ കണ്ടു, നിറങ്ങൾ സംസാരിക്കുന്ന പൂന്തോട്ടങ്ങളിലൂടെ നടന്നു, വെള്ളത്തിനടിയിലുള്ള സംഗീതമരങ്ങളുടെ ലോകം സന്ദർശിച്ചു. നിധിലേഷിന്റെ സാധാരണ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത കാഴ്ചകളായിരുന്നു ഇതെല്ലാം. ഓരോ നിമിഷവും അവൻ ആശ്ചര്യഭരിതനായി. റൻസിയുടെ ലോകം അവനെ അത്ഭുതപ്പെടുത്തിയപ്പോൾ റൻസിക്ക് നിധിലേഷിന്റെ ലോകം കൗതുകമുണ്ടാക്കി. സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു ലോകത്ത് അവൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിധിലേഷിന്റെ നിഷ്കളങ്കതയും കഷ്ടപ്പാടുകൾക്കിടയിലും സന്തോഷം കണ്ടെത്താനുള്ള അവന്റെ കഴിവും റൻസിയെ ആകർഷിച്ചു. ദിവസങ്ങൾ കടന്നുപോയതോടെ അവർക്കിടയിലുള്ള സൗഹൃദം പ്രണയമായി മാറി. അവർ പരസ്പരം വാക്കുകളിലൂടെയല്ല, മറിച്ച് ചിന്തകളിലൂടെയും ആത്മാവിലൂടെയും സംസാരിച്ചു. നിധിലേഷിന് റൻസിയുടെ കണ്ണുകളിൽ ഭൂമിയിൽ ഒരിക്കലും കാണാത്ത ഒരു സ്നേഹം കാണാൻ കഴിഞ്ഞു. റൻസിയുടെ ലോകത്ത് അവൻ ഒറ്റപ്പെട്ടവനായിരുന്നില്ല, മറിച്ച് പൂർണ്ണമായി ഉൾക്കൊണ്ടവനായി മാറി. പക്ഷെ അവരുടെ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. ഒരു ദിവസം റൻസിയുടെ മുത്തശ്ശി, ആ സമൂഹത്തിലെ ഏറ്റവും പഴക്കമുള്ളതും വിവേകിയുമായ ഒരാളാണ്, നിധിലേഷിന്റെ സാന്നിധ്യം അവർക്ക് അപകടമുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അപരിചിതമായ ലോകത്തിൽ നിന്നുള്ള ഒരുവൻ ഇവിടെ താമസിച്ചാൽ അത് ഈ ലോകത്തിന്റെ സന്തുലിതാവസ്ഥയെ തകർക്കും, അവർ പറഞ്ഞു. അതുകേട്ട റൻസിയുടെ പിതാവ്, അവിടുത്തെ ഗോത്രത്തലവൻ, നിധിലേഷിനെ തടങ്കലിൽ വയ്ക്കാൻ ഉത്തരവിട്ടു. നിധിലേഷും റൻസിയും തമ്മിലുള്ള ബന്ധം ആ ലോകത്തിന് ദോഷകരമാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. നിധിലേഷിനെ പിടികൂടാൻ അദ്ദേഹത്തിന്റെ ഭടന്മാർ ഓടിയെത്തി. അവസാന ഭാഗം. റൻസിയുടെ പിതാവിന്റെ ഭടന്മാർ ഓടിയെത്തിയപ്പോൾ നിധിലേഷ് ഒരു നിമിഷം ഭയന്നു. എന്നാൽ റൻസി അവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് കൈകളിൽ മുറുകെ പിടിച്ചു. പേടിക്കേണ്ട, അവൾ പറഞ്ഞു. ഞാൻ നിന്റെ കൂടെയുണ്ട്. റൻസി തന്റെ മാനസിക ശക്തി ഉപയോഗിച്ച് ആ ഭടന്മാരെ പിന്നിലേക്ക് തള്ളിമാറ്റി. നിങ്ങൾ ഞങ്ങളെ വിട്ടുപോവുക. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, റൻസി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഗോത്രത്തലവൻ മുന്നോട്ടു വന്നു. റൻസി, നീ നിന്റെ ലോകത്തെ അപകടത്തിലാക്കുകയാണ്. അവനെ തിരിച്ച് അവന്റെ ലോകത്തേക്ക് അയക്കണം.
ഇത് നമ്മുടെ ലോകത്തിന്റെ നിലനിൽപ്പിനുള്ള ഒരേയൊരു വഴിയാണ്. റൻസി തന്റെ അച്ഛനെ നോക്കി. അച്ഛാ, സ്നേഹമെന്ന വികാരത്തിന് അതിരുകളില്ല. നിധിലേഷ് എന്റെ ജീവിതമാണ്. നിധിലേഷിന്റെ സാധാരണ ബുദ്ധിയും റൻസിയുടെ അമാനുഷിക ശക്തികളും ചേർന്ന് അവർ ഭടന്മാരെ നേരിട്ടു. ഒരു വശത്ത് റൻസി തന്റെ ശക്തിയുപയോഗിച്ച് വസ്തുക്കളെ ചലിപ്പിക്കുകയും അവരെ തടയുകയും ചെയ്തു. മറുവശത്ത് നിധിലേഷ് ബുദ്ധിപൂർവ്വം പാറകളിലും ഗുഹകളിലും ഒളിക്കാൻ റൻസിക്ക് നിർദ്ദേശങ്ങൾ നൽകി. അവർക്ക് ആ യാത്രയിൽ നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടിവന്നു. അവസാനം അവർക്ക് റൻസിയുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒരു വഴി കണ്ടെത്താൻ കഴിഞ്ഞു. നിധിലേഷിന്റെ ആത്മാർത്ഥമായ സ്നേഹം കണ്ട മുത്തശ്ശിക്ക് മനഃപരിവർത്തനമുണ്ടായി. അവരുടെ പ്രണയം ഒരു പുതിയ ലോകം തേടുകയാണ്. അവർക്കിഷ്ടമുള്ള സ്ഥലത്ത് ജീവിക്കാൻ അനുവാദം നൽകുക, അവർ ഗോത്രത്തലവനോട് പറഞ്ഞു. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട റൻസിയുടെ പിതാവ് തന്റെ തെറ്റ് മനസ്സിലാക്കി. അദ്ദേഹം നിധിലേഷിനെയും റൻസിയെയും ഭൂമിയിലേക്ക് പോകാൻ അനുവദിച്ചു. റൻസി തന്റെ ശക്തി ഉപയോഗിച്ച് ഒരു പ്രകാശഗോപുരം സൃഷ്ടിച്ചു. നിധിലേഷിന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ ലോകത്തേക്ക് പോകാം. എന്റെ സ്നേഹം എന്നെ അവിടെയും സംരക്ഷിക്കും. അവർ ഭൂമിയിലേക്ക് യാത്ര തുടങ്ങി. ഒമാനിലെ ലുലുവിൽ നിന്ന് തുടങ്ങിയ നിധിലേഷിന്റെ ജീവിതം മറ്റൊരു ലോകം കടന്ന് അവന്റെ അതേ റൂമിൽ അവസാനിച്ചു. അവനോടൊപ്പം റൻസിയുമുണ്ടായിരുന്നു. ഒമാനിലെ ജീവിതം അവസാനിപ്പിച്ച് അവർ ഇരുവരും ഇന്ത്യയിലേക്ക്, കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലുള്ള നിധിലേഷിന്റെ വീട്ടിലേക്ക് തിരിച്ചു. തന്റെ സാധാരണ വീട്ടിലേക്കും ലോകത്തിലേക്കും റൻസി എത്തിയപ്പോൾ അവൾക്കെല്ലാം പുതിയ അനുഭവമായിരുന്നു. അവന്റെ വീട്ടുകാരും റൻസിയെ സ്നേഹത്തോടെ സ്വീകരിച്ചു. പ്രണയം എന്ന വികാരത്തിന് അതിരുകളില്ലെന്നും ലോകങ്ങൾ തമ്മിലുള്ള അകലം സ്നേഹത്തിന് തടസ്സമാകില്ലെന്നും അവരുടെ ജീവിതം തെളിയിച്ചു.